السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിനായി എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ഏത് ഘട്ടത്തിലും ജീവിച്ചു മരിക്കുവാൻ, സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഇടം നൽകപ്പെടുവാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം നിർവഹിക്കേണ്ടുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഓർമ്മ വെച്ച നാൾ മുതൽ ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഇബാദത്താണ്, ആരാധനയാണ്, നമസ്കാരം. ഏത് ഇബാദത്തുകളും പല രൂപത്തിലുള്ള ഇളവുകൾ അതിൻ്റെതായ പ്രത്യേകമായ കാര്യങ്ങളിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. രോഗിയാണെങ്കിൽ അവന് നോമ്പ് നീട്ടിവെക്കാവുന്നതാണ്. സകാത്ത് ഉള്ളവൻ മാത്രം കൊടുത്താൽ മതി. ഹജ്ജും കഴിവുള്ളവന് മാത്രമാണ് നിർബന്ധം. നമസ്കാരം അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാം അറിയാം. യാത്രയിലാണെങ്കിലും സ്വദേശത്താണെങ്കിലും രോഗിയാണെങ്കിലും ആരോഗ്യവാനാണെങ്കിലും ആരായിരുന്നാലും ബോധമുണ്ടോ നമസ്കരിച്ചോളണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. യാത്രയിലാകുമ്പോൾ 2 നേരത്തെ നമസ്കാരം 1 നേരത്താക്കി കൂട്ടിയോജിപ്പിക്കുകയും 4 നമസ്കാരം 2 റക്അത്താക്കുവാൻ അനുവാദം നൽകപ്പെടുകയും ചെയ്തു എന്ന ഇളവുണ്ട് എന്നതല്ലാതെ ഒരു സന്ദർഭത്തിലും ഒരു മനുഷ്യന് നിസ്കാരം നിർബന്ധമല്ല എന്ന് പറയുന്ന ഒരു ഘട്ടം വരുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിന് അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ അവർക്ക് ഇളവ് നൽകപ്പെടുന്നു എന്നതു മാത്രം. ഏതായിരുന്നാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗൗരവത്തോടെ അവന്റെ ശരീരത്തിലെ ഹൃദയത്തിന്റെ സ്ഥാനമാണ്
മറ്റവയവങ്ങളെ അപേക്ഷിച്ച് ഹൃദയത്തിന്റെ സ്ഥാനമാണ് മറ്റ് ഇബാദത്തുകളെ അപേക്ഷിച്ച് നമസ്കാരത്തിനുള്ളത്. ഹൃദയത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാം. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അതാണ് ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതേപോലെ ഹൃദയം നന്നായാൽ എല്ലാം നന്നായി, ഹൃദയം ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു എന്ന് പറയും പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ മഹ്ശറിൽ അടിമയോട് ആദ്യമായി അവന്റെ കർമ്മരംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഏറ്റവും പരമപ്രധാനമായ കർമ്മം അവന്റെ നമസ്കാരമായിരിക്കും. ഫൈൻ സ്വലഹത്, അത് നന്നായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചു, അവൻ ഏറ്റവും വലിയ വിജയത്തിലേക്കായിരിക്കും എന്ന് ഉറപ്പാണ്. അതേ അവസരത്തിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവൻ ദുഷിച്ചുപോയാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു, അവനെല്ലാം നഷ്ടപ്പെട്ടവനായി തീരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇബാദത്തുകളും നിലനിർത്തുവാൻ ആവശ്യമായ ഇബാദത്താണ് നമസ്കാരം. നിസ്കാരത്തിലൂടെയാണ് മറ്റുള്ള ഇബാദത്തുകളോടുള്ള താൽപര്യം നമ്മിൽ ഉണരേണ്ടത്. ജീവിതത്തിന്റെ ശുദ്ധിക്കാവശ്യമുള്ള തഖ്വാബോധം വളരേണ്ടത് മനുഷ്യന്റെ നമസ്കാരത്തിലൂടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, മൻ ഹാഫള അലൈഹാ, ആ നമസ്കാരത്തെ ആരെങ്കിലും കാത്തു സൂക്ഷിച്ചാൽ, അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് സഹോദരങ്ങളെ. നിസ്കാരം കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കേവല നിസ്കാരത്തെ പറ്റിയല്ല. അതിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഒരാൾ അത് കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ കാനത്ത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതവനുള്ള രക്ഷക്കുള്ള മാർഗമാണ്, രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അതുപോലെ തന്നെ അവനുള്ള പ്രകാശമാണ്, ഖബറിൽ പ്രകാശമാണ്, നാളെ മഹ്ശറില്ലതാ അവൻ തപ്പിത്തടയാതെ നടക്കാൻ പ്രകാശമാണ്. ഏറ്റവും കൂടുതൽ ഭയവിഹ്വലരായിക്കൊണ്ട് അല്ലാഹു പരലോകത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഭീകരമായ പ്രത്യേകമായ ഒരു സിറാത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുനാഫിക്കുകളും കാഫിറുകളുമൊക്കെ ഇരുട്ടത്ത് വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ അതേ വിശ്വാസികൾക്ക് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിലേറ്റവും അവന് പ്രകാശത്തിന് നിമിത്തമാകുന്ന ഇബാദത്ത് അവന്റെ നമസ്കാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രകാശമാണ് എന്നാണ് പറഞ്ഞത്. ഫമൻ അദ്ദാഹാ ബിഹഖിഹാ ഖുബിലത മിൻഹു വഖുബില മിൻഹു സായിറു അമലിഹി വമൻ റുദ്ദത് അലൈഹി സ്വലാത്തുഹു റുദ്ദ അലൈഹി സായിറു അമലിഹി. ബസാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അതേ നമസ്കാരം അതിന്റെ കൃത്യമായ നിലക്ക് അതിന്റെ മുറപ്രകാരം ആര് അനുഷ്ഠിച്ചുവോ, ആരത് നിർവഹിച്ചുവോ, ഖുബിലത്ത് മിൻഹു, അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും. വഖുബില മിൻഹു സായിറു അമലിഹി, മറ്റു അമലുകൾ പോലും സ്വീകരിക്കപ്പെടാൻ നിസ്കാരത്തിന്റെ സ്വീകാര്യത ആവശ്യമാണ്. നാം ചെയ്യുന്ന മറ്റ് അമലുകൾ പോലും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിസ്കാരം സ്വീകരിക്കപ്പെടണം. നിസ്കരിക്കാത്തവന്റെ മറ്റ് അമലുകൾക്ക് ഒരു പുണ്യവുമില്ല. പലരും പറയാറുണ്ട്, നിസ്കരിച്ചില്ലെങ്കിലും അതേ നോമ്പെടുത്തിട്ടില്ലെങ്കിലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം കൊണ്ട് മൗലൂദ് കഴിച്ചാൽ രക്ഷപ്പെടും എന്ന് പറയുന്ന ആളുകളുണ്ട്. നിസ്കരിച്ചിട്ടില്ലെങ്കിലും അതേ മഹാന്മാരെ സ്നേഹിച്ചാൽ സ്വർഗം കിട്ടും എന്ന് പറയാൻ വേണ്ടി അൽ കഹ്ഫ് സൂറത്തിൽ ഒരു നായയുടെ കഥ പറയുന്നില്ലേ? നായ നിസ്കരിച്ചിട്ടാണോ മാലോകരെ? നായ നോമ്പെടുത്തിട്ടാണോ? അല്ലല്ലോ. ആ നായയുടെ കൂടെയുള്ള അൽ കഹ്ഫിൽ ഉറങ്ങിയ മഹാന്മാരായ ഔലിയാക്കന്മാരോട് സ്നേഹം കാണിച്ചതുകൊണ്ടല്ലേ നായ രക്ഷപ്പെട്ടത് എന്നൊക്കെ ഉദാഹരണം പറഞ്ഞിട്ട്, നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പെടുത്തിട്ടില്ലെങ്കിലും ഒന്നും വലിയ പ്രശ്നമല്ല, മൗലൂദോദിയാൽ മതി, മഹാന്മാരെ സ്നേഹിച്ചാൽ മതി എന്ന് ന്യായം പറയുന്ന അതേ അനിസ്ലാമികമായ തത്വങ്ങൾ ജനമനസ്സുകളിൽ കുത്തിവെച്ച് കൊടുത്ത് പണ്ടേ ഇബാദത്തുകളോട് മടിയാണ് അതിനൊരു ഏണി കൂടി വെച്ചു കൊടുക്കുന്ന അതേ വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള പല ചിന്താഗതികളും ലോകത്ത് പ്രചരിക്കുമ്പോൾ വളരെയേറെ ഗൗരവത്തോടെ ആലോചിച്ചോളണം.
നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ വമൻ റുദ്ദത്ത് അലൈഹി സ്വലാത്തുഹു റുദ്ദ അലൈഹി സായിറു അമലിഹി, നിസ്കാരം ഒരാളിൽ നിന്ന് തടയപ്പെട്ടുവോ അതിന്റെ പ്രതിഫലം ലഭിക്കാൻ മാത്രം നല്ല നിലക്കവൻ നിസ്കരിക്കാതെ, അതെ അതിന്റെ പ്രതിഫലം നൽകപ്പെടാൻ രൂപത്തിൽ അതിന്റെ കാര്യത്തിൽ കണിശതയില്ലാതെ, സമയനിഷ്ഠ പാലിക്കാതെ, അതിനുവേണ്ടി ഒരുക്കമാകുന്ന ഉളൂയിൽ ശ്രദ്ധയില്ലാതെ, അതിനുവേണ്ടി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പറയുന്നത് സ്വഫ് പോലും ശരിയാക്കണം. നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന ഘടകമാണ്. എത്ര തവണ പറഞ്ഞാലും ആളുകൾക്ക് എന്തോ ഒരു വലിയ വിഷമത്തോടെ കാണുന്നു. നിസ്കാരത്തിന് സ്വഫിന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഓരോ നിസ്കാരവേളകളിലും അവിടുന്ന് പറഞ്ഞല്ലോ, സവ്വൂ സുഫൂഫക്കും ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ ഇഖാമത്തിസ് സ്വലാഹ്. സ്വഫുകൾ ശരിയാക്കണേ ജനങ്ങളെ. സ്വഫ് ശരിയാകാതെ പോയാൽ അത് നിസ്കാരത്തിന്റെ സ്വീകാര്യതയെയാണ് ബാധിക്കുന്നത്. നിസ്കാരം നിലനിർത്തണേ എന്ന കൽപ്പനയിൽ സ്വഫ് ശരിയാക്കണേ എന്നതും പെടുന്നുണ്ട് എന്നാണ് ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ ഇഖാമത്തിസ് സ്വലാഹ് എന്ന ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതെ, എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ അത് അല്ലാഹു സ്വീകരിക്കുമോ? എങ്ങനെയെങ്കിലും നിസ്കരിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അതേ, എത്രയോ ചെറുപ്പക്കാരിന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവന് ഒറ്റക്കൈയാണിന്ന് പലർക്കും കാണുന്നത്. ചിന്തിച്ചു നോക്കിയോ എന്താ കാരണമെന്ന്? ഒരു കൈ കൊണ്ട് സുജൂദിനവൻ നിലത്ത് കുത്തിയിട്ട് ഒന്നുകിൽ വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് അവനതാ പിന്നിലെ ഷർട്ട് പിടിച്ച് വലിക്കുന്നു. അതേ, ടീഷർട്ട് പിടിച്ച് വലിക്കുകയാണ്, ബനിയൻ പിടിച്ച് വലിക്കുകയാണ്. എന്താ കാരണം? ഒരു മുറിയൻ കുട്ടിക്കുപ്പായമാണ് ഇന്നത്തെ സ്റ്റൈല്. അതേ, പാൻസ് ധരിച്ച് അതിന്റെ മുകളിലതാ അവൻ ബനിയൻ ധരിച്ചിട്ടില്ല, ഒരു മുറിയൻ കുപ്പായം ഇന്നത്തെ സ്റ്റൈൽ അനുസരിച്ച് അവൻ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ടൈറ്റുമാണ്. എന്നിട്ടതാ നിസ്കരിക്കുന്ന നേരത്ത് അവൻ റുകൂഇൽ പോയാൽ ഇന്നാ ലില്ലാഹ്, അവൻ സുജൂദിൽ പോയാൽ പറയുകയും വേണ്ട ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബാക്കിലെങ്ങാനും നിസ്കരിക്കുന്നവൻ ഇവന്റെ ദുബുറ് കൊണ്ടല്ലേ നിസ്കരിക്കുന്നത്, ഇവന്റെ ഔറത്ത് കണ്ടുകൊണ്ടല്ലേ നിസ്കരിക്കുന്നത്. എന്തേ ചെറുപ്പക്കാരെ ഇത്ര അതപ്പതിച്ചു പോകുന്നത്? ഇതാർക്ക് വേണ്ടിയാണ് ഈ ഇബാദത്ത് ചെയ്യുന്നത്? ഷർട്ടൊന്ന് നീളം കൂട്ടിയാൽ എന്ത്? ഇനി ആ ഷർട്ടിനടിയിൽ ഒരു ബനിയൻ ധരിച്ചുകൂടെ? അതിനൊരു മാന്യത കാണിച്ചുകൂടെ? മറ്റുള്ളവന്റെ സ്റ്റൈല് നമ്മൾ സ്വീകരിക്കണോ? അവന്റെ സംസ്കാരം മറ്റുള്ളവന് എന്തുമാകാമല്ലോ. അവൻ 5 നേരം നിസ്കാരമില്ലല്ലോ. 5 നേരം നിസ്കരിക്കുന്ന സഹോദരാ, ഇതെങ്ങനെയെങ്കിലും വന്ന് കുമ്പിട്ട് പോയാ മതിയോ? എങ്ങനെയെങ്കിലും സുജൂദ് ചെയ്താൽ മതിയോ? ഇത് റബ്ബ് സ്വീകരിക്കണ്ടേ? ഇതെങ്ങാനും സ്വീകരിക്കാതെ പോയാൽ ഫമൻ റുദ്ദത്ത് അലൈഹി സ്വലാത്തുഹു, ആരുടെ നിസ്കാരം തള്ളപ്പെട്ട് കഴിഞ്ഞുവോ റുദ്ദ അലൈഹി, അവന്റെ നിസ്കാരം മാത്രമല്ല തള്ളപ്പെടുന്നത്, റുദ്ദ അലൈഹി സായിറു അമലിഹി, അവന്റെ മറ്റു കർമ്മങ്ങൾ പോലും തള്ളപ്പെടുന്നു. എത്ര ഗൗരവത്തോടെ ചിന്തിക്കണം. എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകാതെ പോയല്ലോ. അതേ, എന്തേ ഇങ്ങനെ ആയി പോകുന്നത്? നിസ്കരിക്കുമ്പോ അവന്റെ ഔറത്ത് വെളിവായ പിന്നെ എന്താ കാര്യം? ഒരു പുരുഷന്റെ ഔറത്ത് ഏതാണ്? നിസ്കരിക്കുമ്പോൾ അവൻ മറക്കൽ നിർബന്ധമായ ഔറത്ത് ഏതാണ്? അവന്റെ പൊക്കിളിന്റെ തൊട്ട് മീതെ മുട്ടിന്റെ അല്പം താഴെ അവൻ ശരിക്കും മറക്കൽ നിർബന്ധമല്ലേ? പൊക്കിളെന്ന് പറയുമ്പോൾ അത് മുൻഭാഗത്തേക്ക് മാത്രമുള്ള നിയമമാണോ? ഒരു ശരീരത്തിന്റെ പൊക്കിളെന്ന് പറയുമ്പോ ആ വയറിന്റെ അതേ ഭാഗത്തുള്ള പിൻഭാഗവും ഔറത്ത് തന്നെ. അതിന്റെ അതേ ഭാഗത്തുള്ള സ്ഥലം, അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ബാക്ക് ഭാഗത്ത് വെളിവായി കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ഫസാദ് തന്നെ, ബാത്തിലായി പോകുന്നു. മാത്രമല്ല, ബാക്കിൽ നിൽക്കുന്ന എത്ര മനുഷ്യൻ ഈ ഔറത്ത് നിസ്കാരത്തിൽ കാണേണ്ടി വരികയാണ്. എത്രയാളുടെ നിസ്കാരമാണ് ഫസാദാക്കുന്നത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, സർവ്വ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, നിസ്കാരം നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാനുള്ളതല്ല. ഫമൻ അദ്ദാഹാ, ആരത് നിർവഹിച്ചുവോ ബിഹഖിഹാ, അതിന്റെ മുറപ്രകാരം നിർവഹിക്കണം. എങ്കിൽ മാത്രം ഖുബിലത്തു മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടും. അതുമാത്രമല്ല വഖുബില മിൻഹു സായിറു അമലിഹി, മറ്റു അമലുകളും സ്വീകരിക്കപ്പെടാൻ ഇതാവശ്യ. നിസ്കരിക്കാത്തവന്റെ വേറൊരു കർമ്മത്തിനും വിലയില്ല. നിസ്കരിക്കാത്തവൻ എത്ര നല്ല കാര്യം ചെയ്തിട്ടും
അതിന് വിലയില്ല, അതിന് സ്വീകാര്യതയില്ല എന്ന് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇത് തള്ളപ്പെട്ടാ നമ്മൾക്ക് മുഴുവൻ നാശമാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതിനെക്കുറിച്ചുള്ള വിചാരണയിൽ നാളെ ഒരാൾ രക്ഷപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു, അതിനെക്കുറിച്ചുള്ള വിചാരണയിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ മുഴുവൻ നഷ്ടമായി. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടെ ചിന്തിക്കണം. ഇതെല്ലാവർക്കും അറിയണ കാര്യല്ലേ എന്നാണ് എല്ലാവരുടെയും വെപ്പ്. എല്ലാവരും പറയണെന്താ, എന്താ ഈ നിസ്കാരത്തെ കുറിച്ച് ഇത്ര പറയാനുള്ളത്? എല്ലാവർക്കും അതാണ് മനസ്സിലിരിപ്പ്. പക്ഷേ എന്നാൽ എല്ലാവരും അതിലാണ് അശ്രദ്ധയും. അതിന്റെ കാര്യത്തിൽ അതിൽ നിസ്സാരമായി കാണുകയാണ്. വളരെ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന സംഗതികളെ കുറിച്ച് പോലും ചിന്തിക്കാതെ ഈ നാളുകൾ നീങ്ങുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. മഹാന്മാരായ ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കരുടെയും സമൂഹത്തിന് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നിസ്കാരം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? റബ്ബേ, എനിക്ക് 5 നേരം നിസ്കരിക്കാൻ തൗഫീക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചവർ എന്റെയും നിങ്ങളുടെയും കൂട്ടത്തിൽ ആരുണ്ട് സഹോദരാ? ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് ചിന്തിക്ക്. ഞാനും നിങ്ങളും ഇന്ന് വരെ പ്രാർത്ഥിച്ചോ? എന്ത്? റബ്ബേ, ഞാനും എന്റെ കുട്ടികളും 5 നേരം നിസ്കരിക്കുന്നവരായി മാറണം. അതെ, അതൊരു വല്ലാത്ത കാര്യമാണ്, അതൊരു വല്ലാത്ത ഫളലാണ്. കഅബാലയം നിർമ്മിച്ച, അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇജഅൽനീ മുഖീമസ്സലാഹ, നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയല്ല, പടച്ച റബ്ബിന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്രാഹിം നബിക്ക് പേടി, നിസ്കാരത്തെക്കുറിച്ച് ഞാൻ അശ്രദ്ധനായി പോകുമോ? എന്റെ കുട്ടികൾ അതിൽ അശ്രദ്ധരായി പോകുമോ? എന്റെ പിൽക്കാലത്ത് വരുന്ന തലമുറയിൽ അതിന് അശ്രദ്ധ വന്നു ചേരുമോ? അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് മഹാനവറുകൾ ദുആ ചെയ്തു പോയി, റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്ന ടീമിനെ നീ ഉണ്ടാക്കണം അല്ലോ. അത് പറഞ്ഞിട്ട് പറയുന്നു, റബ്ബനാ വതഖബ്ബൽ ദുആ, ദുആ കബൂലാക്കണേ റബ്ബേ. എന്തൊക്കെ കാര്യമായിട്ട് നമുക്ക് പഠിക്കാണ്ട്. നിസ്കാരം നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചോ? 5 നേരം എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു, അതിന് പറ്റുന്ന ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു, അതിന് പറ്റുന്നിടത്ത് കുറച്ച് ശമ്പളം കുറവാണെങ്കിലും എനിക്ക് പടച്ചോനെ ജോലി തന്നാൽ അത് മുടങ്ങാതെ, അതിനൊരു പ്രയാസം വരാതെ, അതിനൊരു ഭംഗം വരാതെ, അതിനുള്ളൊരു തൗഫീഖ് നിരന്തരം. എന്താ ഈ ഇഖാമത്തുസ്സലാത്തിന് ഭംഗം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ, തടസ്സങ്ങളൊക്കെ നീക്കിത്തരേണ്ടത് റബ്ബാണ്. അതൊരു വല്ലാത്ത ഫളലാണ്. 5 നേരം നിസ്കരിക്കാൻ കഴിയുക, അത് ജമാഅത്തിനെത്താൻ കഴിയുക, വല്ലാത്തൊരു ഫളലാണ് സഹോദരങ്ങളെ. അതിനുവേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാണ്ട് ഒഴിവാക്കല്ല ഇബ്രാഹിം നബി ചെയ്യുന്നത്. അവസാനം വിനയത്തോടെ പറയാ, റബ്ബനാ വതഖബ്ബൽ ദുആ, ഈ ചോദിച്ച ചോദ്യം എനിക്ക് നീ ഉത്തരം തരണം അല്ലാഹ്, ഉത്തരം തരണേ, കബൂലാക്കണേ എന്ന് മഹാനവറുകൾ തേടുന്നു. അതെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലത്തും നിസ്കാരമുണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നിസ്കരിച്ചിട്ടുണ്ട്, അവരതിൽ കണിശതയും കാണിച്ചിട്ടുണ്ട്. നോക്കൂ, മഹാന്മാരായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും ഒക്കെ പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നു, വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ്സലാത്തി വഇതാഅസ്സകാത്തി വകാനൂ ലനാ ആബിദീൻ. അതേ, മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നു, അവർ വലിയ ഇമാമീങ്ങളായിരുന്നു, നേതാക്കളായിരുന്നു, നമ്മുടെ കൽപ്പന കൊണ്ട് ഹിദായത്ത് കിട്ടിയ നേതാക്കന്മാരായിരുന്നവർ. അവർക്കൊക്കെ നാം വഹി കൊടുത്തിരുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു നിർത്താതെ പ്രത്യേകം ചിലർ എടുത്തു പറഞ്ഞു, പ്രാധാന്യം പഠിപ്പിക്കാൻ. നിസ്കാരം നിലനിർത്താൻ വേണ്ടി അവരോട് ഓർഡർ കൊടുത്തിരുന്നു. നോക്കൂ നിങ്ങൾ, അവരുടെയും കാലത്തതുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈ 2 പ്രവാചകന്മാരെ പറഞ്ഞപ്പോൾ അവരോടുള്ള കൽപ്പനയിലും കാണാം, അവരും ജനങ്ങളെ പഠിപ്പിക്കുന്നു, വഖീമുസ്സലാ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ
നോക്കൂ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നു, വഉസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ജീവനുള്ളിടത്തോളം കാലം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്കരിക്കാനും സകാത്ത് കൊടുക്കാനും എന്നോട് അതേ കർശനമായി തന്നെ ഗൗരവമായി വസിയത്ത് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് വസിയത്ത് കിട്ടിയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഗൗരവം വളരെയേറെ കൃത്യമായി പഠിപ്പിച്ചു. വഖിമിസ്സലാഹ് ത്വറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ, രാവിന്റെ രണ്ടറ്റങ്ങൾ, അതുപോലെ തന്നെ രാത്രിയിൽ നിന്ന് എല്ലാ നിസ്കാരങ്ങളിലേക്കുമുള്ള 5 നേര നിസ്കാരങ്ങളിലേക്കുള്ള സൂചന. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്ത്, നന്മകൾ ചെയ്യുമ്പോ മുസ്ലിമീങ്ങളെ നമുക്ക് അല്ലാഹ് തരുന്ന ഒരു ഫضലുണ്ട്. ഒരു നന്മക്ക് അതിന്റെ പ്രതിഫലം മാത്രമല്ല, ഒരു നന്മ ചെയ്താൽ നന്മകളിലൂടെ യുദ്ഹിബിനസ് സയ്യിആത്ത്, നമ്മുടെ ജീവിതത്തിൽ അതേ വന്നുപോയിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്കത് പരിഹാരം കൂടിയാണ്. നന്മ ചെയ്യുന്നത് പരിഹാരം കൂടിയാണ്. അതേ പള്ളിയിലേക്ക് നടന്നു പോകുന്നതടക്കം ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അല്ലാഹുവിലേക്കുള്ള ദറജ നമുക്ക് കൂടുന്നതിന്റെ പുറമേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുദോഷങ്ങൾക്കത് പരിഹാരമാണ്. ഉളൂ ചെയ്യുമ്പോൾ അതാ ശരീരത്തിലും മുഖത്തുമുള്ള അഴുക്കുകൾ നീങ്ങും പോലെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട് അതേ മനുഷ്യൻ വന്നുപോയിട്ടുള്ള ചെറുദോഷങ്ങൾ ഉളൂഇന്റെ ജലത്തിലൂടെ ഒഴുകിയിറങ്ങിപ്പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വലിയ ഫളിൽ കിട്ടിയ ഒരു സമുദായമാണ് നമ്മൾ. ഏറ്റവും വലിയ അനുഗ്രഹീതരായ ഒരു സമുദായമാണ് നമ്മൾ. അത് കളഞ്ഞു കുളിക്കരുത്, അത് നഷ്ടമാകരുത്, അത് ഉപയോഗപ്പെടുത്തണം, അത് വേണ്ടെന്ന് വെക്കരുത്. നമുക്ക് നൽകപ്പെട്ട ഓഫർ എനിക്ക് വേണ്ടാന്ന് പറയരുത്, അത് ഉപയോഗപ്പെടുത്തണം. അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് നന്നായി ആലോചിക്കണം. റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രതിസന്ധി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ബിലാലിനോട് ഇഖാമത്തൊക്കെ വിളിക്കാൻ പറയുമ്പോ എന്തൊരാവേശമാ. യാ ബിലാൽ, യാ ബിലാൽ അഖിമിസ്സലാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കൂ. അരിഹനാ ബിസ്സലാ, ഔ എന്തൊരാവേശം. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ ഒരു വല്ലാത്ത റാഹത്ത്. നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധിയും അവിടെ ഇറക്കി വെച്ചു, എല്ലാ ഭാരവും ഒന്ന് ഒഴിഞ്ഞു. അതെ, എല്ലാ ഭാരവും ഒഴിയലാണ് മുസ്ലിമിന്, മുഅ്മിനിന് നമസ്കാരം. അതേ അവസരത്തിൽ മുനാഫിഖിന് വല്ലാത്ത ഭാരമാണ് നിസ്കാരം. മുസ്ലിമിന് നിസ്കാരം വലിയ സന്തോഷവും വളരെ മനസ്സിന് സംതൃപ്തിയുമാകുമ്പോ ഇതൊന്ന് വേഗം കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന ഭാരം ഇറക്കി വെക്കലാണ് മുനാഫിഖിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ സന്തോഷത്തോടെ നിസ്കരിക്കണം, വലിയ ആവേശത്തോടെ നിസ്കരിക്കണം. എന്റെ പ്രതിസന്ധികൾക്ക് ഇത് പരിഹാരമാണെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞ അപൂർവമായ ചില വസിയത്തുകളിൽപ്പെട്ടൊരു വസിയത്താണ് അസ്സലാഹ്. അസ്സലാഹ്, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ ഉമ്മത്തെ, സമുദായമേ. അസ്സലാഹ്, അസ്സലാഹ്, നിസ്കാരം, നിസ്കാരം, ഇതിന്റെ കാര്യം ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ ഖംസു സ്വലവാത്തിൻ ഇഫ്തറലഹുന്ന അല്ലാഹു തആല മൻ അഹ്സന വുദൂഅഹുന്ന വസല്ലാഹുന്ന ലിവഖ്തിഹിന്ന വഅതമ്മ റുകൂഅഹുന്ന വഖുശൂഅഹുന്ന കാന ലഹു അലല്ലാഹി അഹ്ദുൻ അൻ യഗ്ഫിറ ലഹു. റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. എന്താ പറയുന്നത്? 5 നേരത്തെ നിർബന്ധമായ നിസ്കാരം ആരത് നിസ്കരിച്ചോ എന്നല്ല പറയുന്നത്, മൻ അഹ്സന വുദൂഅഹുന്ന, അതിന്റെ ഉളു ആര് ശരിക്ക് നിർവഹിച്ചുവോ, വസല്ലാഹുന്ന, എപ്പോഴെങ്കിലുമല്ല ആ നിസ്കാരം ഒരാൾ നിർവഹിക്കുകയും ചെയ്യുന്നുവോ, ലിവഖ്തിഹിന്ന, അതിന് നിർണയിക്കപ്പെട്ട അതിന്റെ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുകയും ചെയ്താൽ, ഇത് എങ്ങനെയെങ്കിലും നിസ്കാരമല്ല, വാതമ്മ റുകൂഅഹുന്ന വഖുശൂഅഹുന്ന, റുകൂഅ് എങ്ങനെ ചെയ്യാനാണോ പൂർത്തീകരിക്കാൻ പറഞ്ഞതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു, വഖുശൂഅഹുന്ന, അതിൽ കാണിക്കേണ്ട ഖുശൂഉം അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, കാന ലഹു അലല്ലാഹി അഹ്ദുൻ അൻ യഗ്ഫിറ ലഹു, അവന്റെ പാപം മുഴുവൻ പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹ് ചെയ്ത കരാറാണ്, അല്ലാഹ് ചെയ്ത ഓഫറാണ്. പടച്ചോന്റെ ഓഫർ ലംഘിക്കൂലല്ലോ, അള്ളാന്റെ കരാറിൽ മോശം വരൂലല്ലോ. ഗൗരവത്തോടെ ആലോചിക്കുക. നമ്മളിത് ചെയ്യുന്നതൊക്കെ ഒരു കാര്യത്തിൽ പെടണം എന്നർത്ഥം. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ആരും ബോധ്യപ്പെടുത്താനല്ല. ഇത് അവനവന്റെ പരലോകമാണ്, അവനവന്റെ ഖബറിലേക്കുള്ള ലൈറ്റാണ്, അവനവന് നാളെ സിറാത്തിലൂടെ മുന്നേറാനുള്ള പ്രകാശധാരയാണ്.
ഏറ്റവും വലിയ ലൈറ്റാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഏത് പ്രതിസന്ധിയിലും അതെ എന്ത് നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൽ സുജൂദിൽ സുന്നത്ത് നിസ്കാരത്തിൽ ഏറെ നേരം സുജൂദ് കിടന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരാശ്വാസം, അനിർവചനീയമായ ആനന്ദം, ആരോട് പറഞ്ഞാലും കിട്ടാത്തത്ര ആനന്ദം, ഒറ്റക്ക് റബ്ബിനോടിരുന്ന് പറഞ്ഞ് കരയുമ്പോൾ ഒരു വല്ലാത്ത സമാധാനം. അതാണ് നിസ്കാരം. അതിന് വല്ലാത്തൊരു പവറുണ്ട്, വല്ലാത്തൊരു പവർ അതിനുണ്ട്. അതിന്റെ ഗൗരവം ഒരാളും നഷ്ടപ്പെടുത്തരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുന്നാസ്, ആളുകൾക്ക് വിവരക്കുറവാണ് പ്രധാനം, മനസ്സിലാക്കിയിട്ടില്ല. ലൗ യഅലമുന്നാസു, ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഫിന്നിദാഇ വസ്സഫിൽ അവ്വലി, ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കുന്നതിന്റെയും ബാങ്ക് വിളിക്കുന്നതിന്റെയും പുണ്യം ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവകാശികൾ അതിന് കൂടുതൽ മുന്നോട്ട് വന്നപ്പോൾ, നറുക്കെടുപ്പല്ലാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ നറുക്കെടുക്കേണ്ടി വരുന്നു, നറുക്കെടുപ്പ് നടത്തുമായിരുന്നു. അത്ര പുണ്യമുള്ള സംഗതിയാണ് ബാങ്ക് വിളിക്കലും ഒന്നാം സഫിൽ നിൽക്കലും. വലൗ യഅലമൂന മാ ഫി തഹ്ജീരി ലസ്തബഖൂ ഇലൈഹി, അതെ നേരത്തെ പള്ളിയിലേക്ക് പോകലും നേരത്തെ ഓരോ കാര്യത്തിലേക്കും മുന്നേറലും ഒരാൾ അതിന്റെ പുണ്യമറിഞ്ഞിരുന്നുവെങ്കിൽ അവനതിലേക്ക് മാത്സര്യം കാണിക്കുമായിരുന്നു. വലൗ യഅലമൂന, അവരറിഞ്ഞിരുന്നുവെങ്കിൽ, മാഫിൽ അതമതി വസ്സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന് ഇശാ നിസ്കാരത്തിന് ഒക്കെ എത്തിച്ചേരുന്നതിന്റെ പുണ്യം അവരറിഞ്ഞിരുന്നുവെങ്കിൽ, ലഅതൗഹുമാ വലൗ ഹബ്വാ, നടക്കാൻ ശശിയില്ലെങ്കിലും അവന്റെ മുട്ടിട്ട് നീന്തിയിട്ടെങ്കിലും ഇഴഞ്ഞഴഞ്ഞ് നീന്തിയിട്ടെങ്കിലും അവൻ അതേ പള്ളിയിൽ എത്തിച്ചേരുമായിരുന്നു. പക്ഷെ ഇന്നെന്താ, കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു, കിട്ടിയെങ്കിൽ കിട്ടി, പോയാ പോയി, വന്നാ വന്നു. ഇതിലപ്പുറം അതിന്റെ ഒരു ഗൗരവം, അതെനിക്ക് വേണം, അതെനിക്ക് നഷ്ടമായിക്കൂടാ, അത് വളരെ പ്രധാനമാണ്, അതിന്റെ പുണ്യം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആ നിലക്ക് മാലോകരെ കാണിക്കാനല്ല, പേര് കിട്ടാനല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, ഒന്നിനു വേണ്ടിയല്ല. അല്ലാ നിന്റെ പ്രതിഫലം, നിന്റെ അടുക്കുന്നുള്ള ഏറ്റവും വലിയ പ്രതിഫലം, അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, നിസ്കാരത്തിന് പുറപ്പെട്ട് തിരിച്ചു വരുവോളം ഓഫറാ, തിരിച്ചു വരുവോളം ഓഫറാണ്. എന്താ അവിടുന്ന് പറഞ്ഞത്? ഇവിടുന്ന് പറയുകയാണ്, വയുക്തബു മിനൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ റബ്ബ് എഴുതി ചേർക്കപ്പെടും. എപ്പം മുതൽക്ക് ആ പ്രതിഫലം സ്റ്റാർട്ട് ചെയ്യുകയായി? മിൻ ഹീനി യഖ്റുജു മിൻ ബൈതിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭം മുതൽ അതേ നിസ്കാരക്കാരന്റെ കൂലി അതാ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഏതുവരെ? ഹത്താ യർജിഅ ഇലാ ബൈതിഹി, അതേ നിസ്കാരം കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങിയെത്തുവോളം ഇവൻ മുസല്ലീൻ, നിസ്കാരക്കാരുടെ പ്രതിഫലത്തിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടു കഴിയുന്നു. എത്ര വലിയ പുണ്യമാണ്, വലിയ സംഗതിയാണ്. ഇതുകൊണ്ട് എല്ലാവരോടും വസിയത്ത് കൊടുക്കുക. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയാ, വീട്ടുകാരോട് പറയാ, ഭാര്യയോട് പറയാ, ഉമ്മാനോട് പറയാ, പെങ്ങന്മാരോട് പറയാ, നിങ്ങൾ ഈ കുളിയും കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നിസ്കാരം. എല്ലാ അടുക്കളയിലെ ജോലി എല്ലാം കഴിഞ്ഞ്, ഏറ്റവും വലിയ ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ ഒരു ജമാഅത്തിന് എത്താൻ അവർക്ക് അവസരം ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടത് എന്താണ്? അയ്യുൽ അമലി അഫ്ളൽ, അയ്യുൽ അമലി അഫ്ളൽ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ഫസ്റ്റ് ടൈമിൽ നിർവഹിക്കുക. പെണ്ണുങ്ങൾക്ക് അതിന് കഴിയില്ല. ആണുങ്ങൾക്ക് ബാങ്ക് കൊടുത്ത് പള്ളിയിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു 20 മിനിറ്റ് ഇവിടെ ഔഖാഫ് അനുവദിച്ചിരുന്നിരിക്കുകയാണ്, ആ സമയം നഷ്ടപ്പെടാതിരിക്കാൻ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാൻ വകുപ്പില്ലെങ്കിൽ പിന്നെ അങ്ങനെ പോകാൻ അവർക്ക് സാധ്യതയില്ല, ഒട്ട് കഴിയുകയുമില്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ നല്ലത്? ബാങ്ക് കൊടുത്ത ഉടനെ വേഗം നിസ്കാരം നിർവഹിക്കുക. കുറേ നീട്ടിയച്ച് എല്ലാം കഴിയട്ടെ ഇങ്ങനെ നീട്ടലല്ല. ആ പുണ്യം അവർ നഷ്ടപ്പെടുത്തരുത്. ഇതിന് പ്രോത്സാഹിപ്പിക്കണം, പ്രേരിപ്പിക്കണം. നമ്മളും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം, വലിയ ശ്രദ്ധ വേണം. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി നിസ്കരിക്കുന്ന, ആ നിസ്കാരം കൊണ്ട് ഇഹത്തിലും പരത്തിലും ഖൈർ ലഭിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് ജമാഅത്തായി നിർവഹിക്കുക എന്നതിൻ്റെ പുണ്യം വിശദീകരിക്കാൻ എമ്പാടുമുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ വന്നു നോക്കുമ്പോൾ കുറേ ആളുകളൊന്നും പള്ളി കാണാനില്ല.
കുറച്ചാളുകളെ പള്ളിയിൽ കാണാനില്ല. അപ്പൊ അവരാരാ? വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട് എന്നാണ് വെപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആലോചിച്ചു പോവുകയാണ്, ടൈമിന് ഇവിടെ നിസ്കാരം നടക്കും വേണം, അതിനൊരാളെ ഏർപ്പാട് ചെയ്ത് ഒരു കൂട്ടം സഹാബിമാരെയും കൊണ്ട് ഒരു കെട്ട് വിറകുമായിട്ട് ഞാൻ പോവുകയും ജമാഅത്തിന് പങ്കെടുക്കാതെ ഇരിക്കുന്ന മടിയന്മാരുടെ വീടുകളെ അവരെ അതിന്റെ ഉള്ളിലിട്ടുകൊണ്ട് കത്തിക്കാൻ ഞാൻ ആലോചിച്ചു പോയി എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുന്ന് പറയാണ്, ഒരു മനുഷ്യന്റെ രോമകൂപത്തിന് ഒരു തീയേൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത വാത്സല്യനിധിയായ മഹാനായ ഹബീബാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ അനുയായി വൃന്ദത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്ന പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളാ പറയുന്നത്, നിസ്കാരത്തിന് ജമാഅത്തിന് വരാതെ അലസത കാണിക്കുന്ന ആളുകൾ അവരെ അവരുടെ വീടുകളിലിട്ട് കത്തിച്ചു കളയാൻ ഞാൻ വിചാരിച്ചു പോയി. അപ്പൊ ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ്. നിർബന്ധമല്ലാത്തൊരു സുന്നത്തായ കാര്യം ചെയ്യാത്തവന്റെ വീട് കുറ്റിയടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഏതായാലും ഉദ്ദേശിക്കൂല. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം, ആലോചിക്കണം. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിഖിന് വലിയ ഭാരമാണ് നിസ്കാരം. ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. ഫജ്റും സുബഹിയും ഇശാവുമൊക്കെ മുനാഫിഖിന് വല്ലാത്ത ഭാരമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് നിഫാഖ് ഇല്ലാതിരിക്കാൻ, കാപട്യമില്ലാതിരിക്കാൻ നമ്മുടെ നിസ്കാരങ്ങളുടെ കാര്യത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ഏറെ ശ്രദ്ധയുള്ളവരാവുക. ഇതിന്റെ കാര്യത്തിൽ വളരെയേറെ ആലോചിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തേടിയതുപോലെ തേടുക. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജമാഅത്തിന്റെ കാര്യത്തിലുള്ള കണിശത നമ്മൾ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു നമുക്കതിനുള്ള എല്ലാവിധത്തിലുള്ള സഹായങ്ങളും എപ്പോഴും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണയാകുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിലും റബ്ബിന്റെ കാവലുണ്ടാകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എമ്പാടും പ്രയാസങ്ങൾ കൊണ്ട് രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ഓപ്പറേഷൻ നിശ്ചയിക്കപ്പെട്ട രോഗികളുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവരുടെയും രോഗങ്ങൾ അറിയുന്നവനാണ്. നീ സമ്പൂർണമായ ശിഫ നൽകിക്കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് ഈ പള്ളിയിൽ വന്നുകൂടിയ എത്രയോ ആളുകളുണ്ട്. എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അറിയുന്നവനാണ് നാഥ നീ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ നീ നിവർത്തിച്ചു തരണമേ നാഥ. ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാൻ നീ കരുത്തു പകരണമേ നാഥ. ഇസ്ലാമികമായ കർമാനുഷ്ഠാനങ്ങളിലും വിശ്വാസരംഗത്തും അടിയുറച്ച് മുന്നേറുന്ന നല്ലവരായ മക്കളെ നൽകപ്പെടുന്നവരിൽ, നല്ലവരായ കുടുംബജീവിതം നൽകപ്പെടുന്നവരിൽ റബ്ബേ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും നീ ഖൈറും ബർക്കത്തും വർഷിച്ചുകൊണ്ടിരിക്കണമേ നാഥ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.